എല്ലാ പ്രേക്ഷകർക്കും ഹെവൻലി മെലോഡീസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. കുഞ്ഞു മനസ്സിൻ നൊമ്പരങ്ങൾ ഒപ്പിയെടുക്കാൻ വന്നവന ഈശോയേ ഈശോയേ, ആശ്വാസം നീയല്ലോ. ചെറുപ്പത്തിൽ ഞാൻ പഠിച്ച ആദ്യ പാട്ടാണ്, ഇപ്പോഴും എൻ്റെ ഹൃദയത്തിലുണ്ട്. അപ്പോൾ ഞാൻ ഓർക്കുകയാണ്, നമ്മൾ ചെറുപ്പകാലം മുതൽ ഈശോയെ കൂടുതൽ സ്നേഹിക്കുന്ന ഈ പാട്ടിലൂടെയാണ്, കൂടുതൽ അറിയുന്നതും സ്നേഹിക്കുന്നതൊക്കെ, നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നതൊക്കെ. അപ്പോൾ ഇന്നൊരു അനുഗ്രഹം നിറഞ്ഞ കൃപ നിറഞ്ഞൊരു ദിവസമാണ്. നമ്മൾ കൂടുതൽ ഈശോയെ സ്നേഹിക്കാനായിട്ട് പാട്ടുകളിലൂടെ നമ്മൾ ഈശോയെ കൂടുതൽ സ്നേഹിക്കാനും കൂടുതൽ അറിയാനുമൊക്കെ കാരണമായി മാറ്റുന്ന ഈശോയുടെ പ്രിയപ്പെട്ട പാട്ടുകാരി സിസ്റ്റർ നമ്മുടെ കൂടെയുണ്ട്. സിസ്റ്റർ ജസ്ന MSMI സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. സിസ്റ്റർ സുഖമാണോ? സുഖമായിരിക്കുന്നു. സിസ്റ്റർ ഇപ്പോൾ വരുന്നത്? ഞാൻ കണ്ണൂരിൽ നിന്ന് വരുന്നു. കണ്ണൂർ ധർമ്മശാല എന്ന് പറയുന്ന സ്ഥലം, മാങ്ങാട്. അവിടെ ഞങ്ങളുടെ ഒരു കൗൺസിലിംഗ് സെൻ്റർ ഉണ്ട്, നവദർശൻ ഫാമിലി റിന്യൂവൽ സെൻ്റർ എന്നറിയപ്പെടുന്നു. അവിടെയാണ് ഇപ്പോൾ സേവനം ചെയ്യുന്നത്. അവിടെ നിന്നാണ് ഞാൻ വരുന്നത്. സിസ്റ്ററെ മറ്റു വിശേഷങ്ങളൊക്കെ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കേൾക്കാം. ആദ്യം തന്നെ സിസ്റ്ററിൻ്റെ ഒരു പാട്ട്. കുരിശിന്റെ തണലിൽ
ഓ ദിവ്യകാരുണ്യ സ്നേഹമേ, തിരുക്കുരിശിന്റെ തണലിലിരുന്നങ്ങി മിഴികളിൽ നോക്കി ഞാൻ. തിരുമുറിപ്പാടിലെ ആഴമറിഞ്ഞെന്റെ മുറിവുകൾ മാഞ്ഞു പോ. സിസ്റ്റർ നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ, നല്ല അടിപൊളി, നല്ല വോയിസ്. ഇതെല്ലാം ഇനി എനിക്ക് തോന്നുന്നു ഇനി സിസ്റ്ററിൻ്റെ പാട്ടുകളൊക്കെ ആയിരിക്കും ഇനി പതുക്കെ ആളുകൾ ഇനി കേട്ട് വരേണ്ടത്. നല്ല ഭാവിയുണ്ട്, തുടക്കം തന്നെ അത് പറയുകയാണ്, നല്ല ഭാവിയുണ്ട്. കാരണം നല്ല വോയിസാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മൾ തുടക്കം നമ്മൾ പറഞ്ഞു സിസ്റ്റർ ഇപ്പോൾ എവിടെ നിന്നാണെന്നൊക്കെ, അതൊന്ന് കുറച്ചുകൂടി ഒന്ന് വിവരിക്കാമോ? ശുശ്രൂഷ മേഖല, ഇപ്പോൾ ശുശ്രൂഷ ചെയ്യുന്ന മേഖല എന്തൊക്കെയാണ്? ഒരു വിവരണം ഒന്ന് പറയാമോ? ഓക്കെ, ഇപ്പം ഞാൻ ശുശ്രൂഷ ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലെ ധർമ്മശാല എന്ന സ്ഥലത്ത് ഞങ്ങൾക്കൊരു ഫാമിലി റിന്യൂവൽ സെൻ്റർ ഉണ്ട്. നവദർശൻ എന്നാണ് പേര്. തുടങ്ങിയിട്ട് അധികം വർഷമൊന്നും ആയിട്ടില്ല, ഒരു 3 വർഷത്തോളം ആയിട്ടേ ഉള്ളൂ. അപ്പം അവിടെ ഞങ്ങളൊരു 8 സിസ്റ്റേഴ്സ് ഉണ്ട്. അതിലൊരു 4 പേര് കംപ്ലീറ്റ് ആയിട്ട് റിന്യൂവൽ സെൻ്ററിന് വേണ്ടിയിട്ട് കൗൺസിലിങ്ങും ഒപ്പം അതുപോലെ ഔട്ട്റീച്ച് പ്രോഗ്രാമൊക്കെ ആയിട്ട് ചെയ്യുന്നുണ്ട്. വേറെ മേഖലകളുണ്ടോ പ്രവർത്തനം? ഇത് കൗൺസിലിംഗ് മാത്രമേ ഉള്ളൂ? അല്ല, നമ്മൾ ഈ ഇടവകകളിലും സ്കൂളുകളിലൊക്കെ സെമിനാർ, വർക്ക്ഷോപ്പ്, ട്രെയിനിങ് അങ്ങനെയൊക്കെ പോകുന്നുണ്ട്. ക്യാമ്പൊക്കെ സംഘടിപ്പിച്ച് അങ്ങനെ പോകുന്നുണ്ട്, പുറത്തേക്ക് പോയി ചെയ്യുന്നുണ്ട്. ഇവിടെ സെൻറ്ററിൽ കൃത്യമായിട്ടും കൂടുതലും കൗൺസിലിംഗ് ആണ്. ഞങ്ങളുടെ ഈ സെൻറ്റർ ശരിക്കും ഉള്ളിൽ സെൻറ്ററിനകത്ത് പ്രോഗ്രാം കൗൺസിലിംഗ് നടക്കുന്നുണ്ടെങ്കിൽ പോലും പുറത്ത് പോകുന്നതിൻ്റെ കൂടെ ഞങ്ങൾ ഈ ആദിവാസികളുടെ ഇടയിലൊക്കെ ശുശ്രൂഷയ്ക്ക് പോകാറുണ്ട്. ഞങ്ങൾ ഈ ദിവസങ്ങളിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാനും അവരുടെ ആവശ്യങ്ങൾ അധികാരികളുടെ അടുത്ത് എത്തിക്കാനും, പിന്നെ പഠിക്കാൻ പോകാൻ പറ്റാത്ത കുട്ടികളൊക്കെ ഉണ്ട്, പഠിക്കാൻ ആഗ്രഹം ഉണ്ടായിട്ടും സാധിക്കാത്തവരും, പിന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിരുന്നവരും അങ്ങനെയൊക്കെ ഉണ്ട്. അവർക്ക് വേണ്ടിയിട്ട് സഹായം ചെയ്യാനും നമ്മളാൽ കഴിയുന്ന പോലെ സഹായവും സപ്പോർട്ടും കൊടുക്കാനൊക്കെ വേണ്ടിയിട്ട് ഞങ്ങൾ അവിടെയും പോകാറുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ പോയിട്ടുണ്ടായിരുന്നു. നമുക്കൊരു പാട്ട് കൂടി പാടിയാലോ? ഓക്കെ. ഒരു വേള യേശുവിൻ ചാരത്തിരുന്നാൽ പിരിയില്ല, പിരിയാനനുവദിക്കില്ല. ഒരു വേള യേശുവിൻ സ്നേഹം നുകർന്നാൽ തളരില്ല, തളരാനനുവദിക്കില്ല. ഒരു വേള യേശുവിൻ ചാരത്തിരുന്നാൽ പിരിയില്ല, പിരിയാനനുവദിക്കില്ല. ഒരു വേള യേശുവിൻ സ്നേഹം നുകർന്നാൽ തളരില്ല, തളരാനനുവദിക്കില്ല. നീ എൻ്റെ മനസ്സിൻ്റെ മലർവാടിയിൽ പൂന്തേൻ പൊഴിക്കുന്ന മധുസൂദമാ. കാരുണ്യനാഥ, കാൽവരിനാഥ, നീയാണ് സ്നേഹം, നീയാണ് സത്യം. കാരുണ്യനാഥ, കാൽവരിനാഥ, നീയാണ് സ്നേഹം, നീയാണ് സത്യം. വഴിവിളക്കെല്ലാം അണഞ്ഞൊരാ രാത്രിയിൽ ഞാൻ കണ്ട നക്ഷത്രം നീയായിരുന്നു. അവസാനമിത്രവും
കാലവും യാത്ര പറഞ്ഞപ്പോൾ എൻ മുന്നിൽ തെളിഞ്ഞത് നിൻമുഖം മാത്രം. കന്യാസുതനേ കാവൽ വിളക്കേ കണ്ണിമ ചിമ്മാതെ കാത്തിടണേ. കന്യാസുതനേ കാവൽ വിളക്കേ കണ്ണിമ ചിമ്മാതെ കാത്തിടണേ. ഒരു വേള യേശുവിൻ ചാരത്തിരുന്നാൽ പിരിയില്ല, പിരിയാൻ അനുവദിക്കില്ല. ഒരു വേള യേശുവിൻ സ്നേഹം നുകർന്നാൽ തളരില്ല, തളരാൻ അനുവദിക്കില്ല. ഓശാന പാടിയോർ ഒറ്റിടുമ്പോൾ കല്ലുമായിടം വലം നിരന്നിടുമ്പോൾ പാപമില്ലാത്തവർ കല്ലെറിയൂ. നീ ചൊല്ലി എനിക്കായി ഏറെ വട്ടം. കന്യാസുതനേ കാവൽ വിളക്കേ കണ്ണിമ ചിമ്മാതെ കാത്തിടണേ. കന്യാസുതനേ കാവൽ വിളക്കേ കണ്ണിമ ചിമ്മാതെ കാത്തിടണേ. ഒരു വേള യേശുവിൻ ചാരത്തിരുന്നാൽ പിരിയില്ല, പിരിയാൻ അനുവദിക്കില്ല. ഒരു വേള യേശുവിൻ സ്നേഹം നുകർന്നാൽ തളരില്ല, തളരാൻ അനുവദിക്കില്ല. ബിനോജ് മുളവരിക്കലച്ചൻ്റെ പാട്ട് അല്ലേ? അതെ. അസാധ്യമായിട്ട് സിസ്റ്റർ പാടി. സിസ്റ്ററിൻ്റെ വോയിസ് എന്ന് പറയുന്നത് സ്വീറ്റ് വോയിസാണ്. പിന്നെ കുഞ്ഞു വോയിസ് എല്ലാവർക്കും ഇങ്ങനെ കേട്ടിരിക്കുന്നു. താങ്ക് യു. നല്ല രസമുണ്ട്. ഈശോ തന്നു. അതെ, തീർച്ചയായും നല്ല ഇത് വീട്ടിൽ നിന്നാണോ? വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ഇനി അത് നമുക്ക് കേൾക്കാം. എൻ്റെ വീട്ടിൽ പപ്പ, മമ്മി, ചേച്ചി, ഒരാങ്ങളയുണ്ട്. പപ്പായും മമ്മിയും ഇങ്ങനെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ആയിട്ട് റബ്ബർ വെട്ടുമൊക്കെ എടുത്തു പോകുന്നു. ചേച്ചി കല്യാണം കഴിഞ്ഞു, ചെറുപുഴയിലാണ് കെട്ടിച്ചിരിക്കുന്നത്. പിന്നെ എൻ്റെ ആങ്ങള, അവൻ സെമിനാരിയിലാണ്, ഡീക്കനാണ്. ആങ്ങള ഡീക്കനാണ്? ആണ്. ഓക്കെ ഓക്കെ. കോൺഗ്രിഗേഷനാണോ? അല്ല, തലശ്ശേരി രൂപതയ്ക്ക് വേണ്ടിയിട്ട്. രൂപതയ്ക്ക് വേണ്ടി ഡീക്കനായി. അപ്പോൾ ഇനിയിപ്പോൾ ഒരു 5-6 മാസം കൂടി അത്രേ ഉള്ളൂ. ജനുവരിയിലാണ് പെട്ടെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 3 മക്കളിൽ 2 പേര് ഇനിയിപ്പോൾ ഒരാൾ അച്ഛനാകാൻ പോകുന്നു, ഒരാളുടെ സിസ്റ്ററായി. ഓക്കെ, അനുഗ്രഹിക്കപ്പെട്ട കുടുംബം. അപ്പോൾ ദൈവവിളി പറ്റിയുള്ള ഒരു പണിയാണ്. നമുക്ക് ദൈവവിളി പറ്റി കേൾക്കാൻ ഒരുപാടുണ്ട്. കാരണം ഒരു കുടുംബത്തിൽ 2 പേര് ഈശോയുടെ വിളി സ്വീകരിച്ച് പോയവരാണ്. അത് കുറച്ച് കേൾക്കണം. അപ്പം അതിനു മുമ്പ് ഈ ഒരു സംഗീതം ഇപ്പോൾ വീട്ടിലെ ചാച്ചനും അമ്മച്ചിയും അങ്ങനെ അവിടെ നിന്ന് കിട്ടിയതാണ് പാരമ്പര്യത്തിൻ്റെ? എൻ്റെ മമ്മി പാട്ട് പാടുന്നായിരുന്നു. മമ്മി അങ്ങനെ ഒത്തിരി പുറത്തൊന്നും പോയി പാടിയിട്ടില്ല, പക്ഷെ പാടാൻ നല്ല കഴിവുണ്ടായിരുന്നു. മമ്മി ഞങ്ങളെ പഠിപ്പിക്കാനാണ് കൂടുതലും ഉപയോഗിച്ചത് ആ കഴിവ്. മമ്മി പഠിപ്പിച്ചു, ഞങ്ങളെ പഠിപ്പിച്ചു. എന്നെയും ആങ്ങളെയും നന്നായിട്ട് പാടുന്നതാണ്, ചേച്ചിയും പാടുന്നതാണ്. ആങ്ങളെയും നന്നായിട്ട് ഇപ്പം ഇങ്ങനെ സ്റ്റേജുകളിലൊക്കെ പ്രോഗ്രാമിനും അല്ലാതെ പാടുന്നുണ്ട്. ഞങ്ങളെ മത്സരത്തിനൊക്കെ വേണ്ടിയിട്ട് പഠിപ്പിച്ചത് മമ്മി തന്നെയായിരുന്നു. പിന്നെ എന്ന് പറയുന്നത് സിസ്റ്റേഴ്സാണ്, MSMI സിസ്റ്റേഴ്സാണ് ഞങ്ങളുടെ ഇടവകയിൽ. അപ്പം സിസ്റ്റേഴ്സ് ചെറുപ്പം മുതലേ പഠിപ്പിക്കുമായിരുന്നു ഞങ്ങളെ പാട്ട്. പള്ളിയിൽ പാടാനും മത്സരത്തിന് പോകാനും ഒക്കെ പഠിപ്പിക്കുമായിരുന്നു. കൊയറിലുണ്ടായിരുന്നു. പിന്നെ വരുന്ന അച്ഛന്മാരൊക്കെ പാട്ട് പാടുന്നവർ കുറേ അച്ഛന്മാരുണ്ടായിരുന്നു. അപ്പം എൻ്റെ ചെറുപ്പകാലത്തൊക്കെ അച്ഛന്മാർ ഒത്തിരി പ്രാക്ടീസ് തന്നിട്ടുണ്ട്. അച്ഛന്മാരങ്ങനെ കുറേ കറക്ഷൻസ് ഒക്കെ പറഞ്ഞു തന്നതിൻ്റെ പേരിൽ കുറേയൊക്കെ വളരാൻ പറ്റി. അവർ പഠിപ്പിച്ചിട്ടുണ്ട് പാട്ട്. ഇപ്പം മത്സരത്തിനൊക്കെ പാടാൻ അങ്ങനെ പോയി പ്രൈസൊക്കെ വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ പാട്ട് പഠിച്ചിട്ടില്ല? ഞാൻ പാട്ട് പഠിച്ചിട്ടില്ല. ഇല്ല, പാട്ട് പഠിക്കാതെ തന്നെ ഇത്രയും പാടണമെങ്കിൽ പ്രത്യേകിച്ച് അമ്മ അല്ലേ, അമ്മയുടെ ആ ഒരു പഠിപ്പിക്കുന്ന ഒരു അമ്മയുടെ ശിക്ഷണത്തിനാണല്ലോ തീർച്ചയായിട്ടും. അതുപോലെ തന്നെ സഹായിച്ച സിസ്റ്റേഴ്സ്, പള്ളി വന്ന സഹായിച്ച സിസ്റ്റേഴ്സ്, പിന്നെ അച്ഛന്മാരും, അവരുടെ എല്ലാ ഒരു പ്രാധാന്യമുണ്ട് ഈ ഒരു തീർച്ചയായിട്ടും. മഠത്തിൽ ചേരുന്നതിന് മുമ്പ് പാടുമെങ്കിൽ പോലും
അങ്ങനെ വലിയൊരു പ്രാർത്ഥിക്കാൻ പറ്റുന്നൊരു പാട്ടായിരുന്നില്ല. നമ്മളിങ്ങനെ ചെറുതായിട്ടിങ്ങനെ പാടുമെന്നല്ലാതെ അതൊരു അനുഭവമാകാൻ എനിക്കും അനുഭവമായിട്ടില്ലായിരുന്നു, കേൾക്കുന്നവർക്കും അത്ര അനുഭവമായിട്ടില്ലായിരുന്നു. മഠത്തിൽ ചെന്ന് അതെ, പാടാൻ മഠത്തിൽ വന്ന് പ്രത്യേകിച്ച് സിസ്റ്റർ ആയതിനു ശേഷം ആണ് പാട്ടിൻ്റെ കാര്യത്തിൽ എനിക്ക് ഇച്ചിരി ഒരു നല്ലൊരു വളർച്ച ഉണ്ടായത്. അതെനിക്ക് ഉറപ്പാണ്. ഈശോ തന്ന സമ്മാനമാണ്. അതായത് അതിനു മുമ്പ് സിസ്റ്റർ ആകുന്നതിന് മുമ്പ് പാടും, പക്ഷെ അതൊരു പ്രാർത്ഥനയായിട്ട് അല്ലെങ്കിൽ ഒരു മൊത്തം ഫുൾ ഇൻവോൾവ് ചെയ്യാതെയുള്ളൊരു പാട്ട് പാടും. പക്ഷേ സിസ്റ്ററായി കഴിഞ്ഞിട്ട് ഓരോ പാട്ടും പാടുമ്പോൾ ഇങ്ങനെ ഒരു പ്രാർത്ഥന ഹൃദയത്തിൽ നിന്നുള്ളൊരു പാട്ട്. അപ്പം അതിൻ്റെ ഒരു വ്യത്യാസം ചിലപ്പോൾ ചെറുപ്പത്തിൽ നിന്ന് ഇപ്പോൾ ഒരു നോക്കുമ്പോൾ വ്യത്യാസം ഉണ്ട്. തീർച്ചയായിട്ടും ഒരുപാട് വ്യത്യാസമുണ്ട്. കാരണം പ്രാർത്ഥനയോടുകൂടി പാടാൻ തുടങ്ങി. അപ്പോൾ അമ്മച്ചിക്ക് പ്രത്യേകം നന്ദി. ഇങ്ങനെ സിസ്റ്ററിന് ഇത്രയും നല്ലൊരു ശബ്ദം മനസ്സിലാക്കി പാട്ടൊക്കെ പഠിപ്പിച്ച അമ്മച്ചിക്കും അതുപോലെ സിസ്റ്റേഴ്സ് അപ്പായാണേലും അപ്പം ഒത്തിരി പ്രോത്സാഹിപ്പിക്കും. അപ്പം പാടും അങ്ങനെ അല്ലാതെ ഇങ്ങനെ ഒത്തിരി അങ്ങനെ പാട്ടുകാരനല്ല, പക്ഷെ നന്നായിട്ട് പാടും. പാട്ടിഷ്ടമാണ്. ഞങ്ങളൊക്കെ പാടുന്നത് കുരിശുവരയുടെ സമയത്തൊക്കെ ഞങ്ങളോട് പ്രത്യേകമായിട്ട് പാടിക്കുകയും അങ്ങനെയൊക്കെ സമയം തന്നിട്ടുണ്ടായിരുന്നു. കുരിശുവരയ്ക്ക് സമയത്ത് ഞങ്ങൾ ഓരോരുത്തരും മാറി മാറി പാട്ട് പാടും. അങ്ങനെയൊക്കെ പപ്പായി ഞങ്ങൾ ഒരുപാട് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അനിയൻ്റെ കാര്യങ്ങൾ മറ്റ് ദൈവവിളി നമുക്ക് വിശേഷങ്ങൾ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കേൾക്കാം. ഒരു പാട് ഇപ്പോൾ സിസ്റ്റർ ഇപ്പോൾ പ്രാർത്ഥനയോട് കൂടിയാണല്ലോ പാടുന്നത്, അതുപോലെ ഒരു പാട്ടും കൂടി ഒന്ന് പാട്.
ഇഷ്ടം. എന്തൊരത്ഭുതമാ, ഇതെന്തൊരത്ഭുതമാ, ദൈവമെൻ ഹൃത്തതിൽ രാജരാജനാ. ആരാധന മാത്രമേ പാടാനുള്ളൂ, നന്ദി മാത്രമേ ഇന്നും പറയാനുള്ളൂ. ആരാധന മാത്രമേ പാടാനുള്ളൂ, നന്ദി മാത്രമേ ഇന്നും പറയാനുള്ളൂ. എന്തൊരത്ഭുതമാ, ഇതെന്തൊരത്ഭുതമാ, ദൈവമെൻ ഉള്ളിലായി എന്നും വാഴുവാൻ. എല്ലാവരുടെയും ഹൃദയത്തിൽ ഇടം പിടിച്ചൊരു പാട്ടാണ്. എന്തൊരു അത്ഭുതമായ പാട്ട്. അത് നല്ല വൃത്തിയായിട്ട് നല്ല ഭംഗിയായിട്ട് സിസ്റ്റർ പാടി. അപ്പം ഞാൻ ഓർക്കുകയാണ്, സിസ്റ്റർ ആയത് നന്നായി. കാരണം അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പ്രാർത്ഥനയായിട്ട് മാറി. പാട്ടല്ല ഒരു പ്രാർത്ഥന, ഒരു ആത്മീയമായിട്ടുള്ളൊരു ഉണർവായിട്ട് പാട്ട് മാറി. അപ്പോൾ നേരത്തെ ഇങ്ങനെ ആയിരുന്നില്ല അല്ലേ സിസ്റ്റർ? മുമ്പ് ജസ്റ്റ് പാടി വിടുക. പക്ഷെ ഇപ്പോൾ നോക്കിയാൽ ഒരു നമുക്ക് ഹൃദയത്തിലേക്ക് കയറുന്ന പോലെ ഈശോയെ നന്ദി എന്നറിയാതെ നമുക്ക് പറയാൻ തോന്നിക്കുന്ന രീതിയിലാണ് സിസ്റ്ററിൻ്റെ പാട്ടിപ്പോൾ. എനിക്കും അങ്ങനെ ഒരു അനുഭവം തന്നെയാണ്. ഈശോയെ കണ്ടുകൊണ്ട് പാടാൻ പറ്റുന്ന പോലെ തോന്നുന്നു. അങ്ങനെ ഒരു ഹൃദയത്തിൽ ഇപ്പം ഈശോ ആരാധിച്ചുകൊണ്ട് പാടുന്ന പോലെ ഒരു ഇതാണ് എൻ്റെത് മനസ്സിലും ചിന്ത അങ്ങനെയാണ്. പഠിക്കാതെ തന്നെ ഇത്രയും മനോഹരമായിട്ട് സിസ്റ്റർ പാടുന്നുണ്ട്. നല്ല വോയിസ്. ഈശോയുടെ സമ്മാനമാണ് ശരിക്കും. തീർച്ചയായും ഞാനങ്ങനെ ഒരു ഈശോയ്ക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചതിൻ്റെ സമ്മാനമായിട്ട് തന്നെയാണ് ഞാനും കാണുന്നത്. തീർച്ചയായും. കാരണം ഈശോ നോക്കുമ്പോൾ കുട്ടിക്കാലത്തൊക്കെ പാടുന്നുണ്ടെങ്കിലും ഒരു പ്രാർത്ഥന ഇല്ലാത്ത പാട്ട്. അപ്പോൾ നോക്കുമ്പോൾ ഇങ്ങനെ വിളി നൽകി കൊണ്ടുവന്ന് അനേകർക്ക് ഉപകാരമാകുന്ന രീതിയിൽ, സാന്ത്വനമാകുന്ന രീതിയിൽ, സൗഖ്യമാകുന്ന രീതിയിൽ ഇപ്പോൾ പാട്ട് മാറി. നല്ല വോയിസും ഒക്കെ. പ്രിയ പ്രേക്ഷകരെ, വളർന്നു വരുന്ന ഒരു കലാകാരിയാണ്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അഭിനന്ദനങ്ങൾ നേരുക, അതുപോലെ തന്നെ പ്രാർത്ഥന. എന്നും ഞങ്ങൾ പ്രാർത്ഥിക്കും ഉയരങ്ങളിലെത്തട്ടെ, അനേകർക്ക് സാന്ത്വനമായിട്ട് പ്രാർത്ഥനയുടെ പാട്ടായിട്ട് സിസ്റ്ററിൻ്റെ സ്വരം മാറട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പോൾ ഒത്തിരി നന്ദി പ്രിയപ്പെട്ട സിസ്റ്ററെ. ഈ ഒരു വേദി ധന്യമായി. കൊച്ചു സിസ്റ്ററിൻ്റെ കൊച്ചു വോയിസ്, പക്ഷെ സ്വീറ്റാണ്, പ്രാർത്ഥനയെ ചേർന്ന ഒരു വോയിസ്. അച്ഛൻ്റെ പാട്ട് ഒരുപാട് നല്ലതാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഒത്തിരി പേര് ആഗ്രഹിക്കുന്നതുമാണ്. അപ്പം അച്ഛൻ്റെ ഒരു പാട്ട് കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഞാനൊരു പാട്ട് പാടാം. പ്രത്യേകിച്ച് സിസ്റ്ററിൻ്റെ ശുശ്രൂഷ മേഖലയിൽ പറഞ്ഞ ഒരു അനുഭവം ഉണ്ടല്ലോ, പാവങ്ങളുടെ ഇടയിൽ അവർക്ക് ആശ്രയമായിട്ട് അവരുടെ കണ്ണുനീരൊപ്പാനൊക്കെ സഹായിക്കാനുള്ള വലിയ തീഷ്ണത, ഇനി അവർക്ക് വേണ്ടി കൂടുതൽ ചെയ്യാനുള്ള ആഗ്രഹമൊക്കെ പറഞ്ഞല്ലോ. ആ മക്കളെയെല്ലാം ചേർത്ത് പിടിച്ച് ഈശോയിലേക്ക് സമർപ്പിച്ചൊരു പാട്ട് പാടാം. ഓക്കെ. കണ്ണുനീർ താഴ്വരയിൽ ഞാനേറ്റം വലഞ്ഞിടുമ്പോ കണ്ണുനീർ വാർത്തവനൻ കാര്യം നടത്തിത്തരും. കണ്ണുനീർ താഴ്വരയിൽ ഞാനേറ്റം വലഞ്ഞിടുമ്പോ കണ്ണുനീർ വാർത്തവനൻ കാര്യം നടത്തിത്തരും. നിന്മനമിളക്കാതെ നിന്മനം പതറാതെ നിന്നോടു കൂടെയെന്നും ഞാനുണ്ട് അന്ത്യം വരെ. കൂരിരുൾ പാതയതോ ക്രൂരമാം ശോധനയോ
കൂടിയിടും നേരമതിൽ ക്രൂശിൻ നീഴൽ നീനക്കാ കൂരിരുൾ പാതയതോ ക്രൂരമാം ശോധനയോ കൂടിയിടും നേരമതിൽ ക്രൂശിൻ നീഴൽ നീനക്കാ നിന്മനമിളക്കാതെ നിന്മനം പതറാതെ നിന്നോടു കൂടെയെന്നും ഞാനുണ്ട് അന്ത്യം വരെ. താങ്ക് യു. അച്ഛാ നല്ല നല്ല മനോഹരമായിട്ട് അച്ഛൻ പാടി, ഒരുപാട് ഹൃദയത്തിൽ സ്പർശിക്കുന്ന പോലെ പാടി. ഒത്തിരി നന്നായിരുന്നു കേട്ടോ. സിസ്റ്ററിൻ്റെ സാന്നിധ്യം തീർച്ചയായും ഈ ഒരു നിമിഷം, പ്രത്യേകിച്ച് ഈ ഒരു എപ്പിസോഡ് അനുഗ്രഹപൂർണ്ണമാക്കിയിരിക്കുകയാണ്. ദൈവത്തിന് നന്ദി, സിസ്റ്ററിന് നന്ദി. ഞങ്ങളുടെ പ്രാർത്ഥന സിസ്റ്ററിൻ്റെ കൂടെ ഒന്നുകൊണ്ടാകും, ഉയരങ്ങളിലെത്തട്ടെ, ഈ ശബ്ദം അനേകരെ കേൾക്കട്ടെ, ആശ്വാസമായി മാറട്ടെ. ഒത്തിരി ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ നേരുകയാണ്. ഹെവൻലി മെലോഡീസിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനി പുതിയ എപ്പിസോഡിൽ പുതിയ വിശേഷങ്ങളുമായിട്ടും പുതിയ പാട്ടുകളുമായിട്ടും നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. തിരുക്കുരിശിന്റെ തണലിലിരുന്നങ്ങേ മിഴികളിൽ നോക്കി ഞാൻ തിരുമുറി